ഹലോ ഗൈസ്, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ? നിങ്ങൾക്ക് വക്കീലാകണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമുണ്ട്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവർക്കാണെങ്കിൽ നമുക്ക് 5 ഇയർ LLB കോഴ്സ് ഉണ്ട്. BA, BBA, BCom എല്ലാം വരുന്ന 5 ഇയർ LLB കോഴ്സ് ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിലും അവർക്ക് 3 ഇയർ LLB, അവർ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞ് വരുന്നതുകൊണ്ട് 3 ഇയർ LLB കോഴ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലസ് ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ ഏത് എൻട്രൻസ് വഴിയാണോ, എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് പലർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാവട്ടെ എന്ന രീതിയിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് വരുന്നെങ്കിലും എൻട്രൻസ് ഉണ്ട്. കേരള ലോ എൻട്രൻസ്, ക്ലീ എന്ന് പറയും, കേരള ലോ എൻട്രൻസ് എക്സാം. അതുപോലെ തന്നെ ക്ലാറ്റ്, ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന എക്സാം ഉണ്ട്. പിന്നെ അതൊക്കെ പുറമെ MG യൂണിവേഴ്സിറ്റി, പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കുസാറ്റ് ഒക്കെ നടത്തുന്ന എൻട്രൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ എൻട്രൻസ് എഴുതുക. എൻട്രൻസിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, അതേപോലെ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇതിന് പുറമെ നമുക്ക് അഡ്മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 4 ഗവൺമെൻറ് ലോ കോളേജസാണ് ഉള്ളത്. ട്രിവാൻഡ്രം, അതുപോലെ കാലിക്കറ്റ്, പിന്നെ അതുപോലെ എറണാകുളം, തൃശ്ശൂർ. അപ്പോൾ ഇവിടെയൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് തന്നെ കിട്ടിയാൽ മാത്രമേ ഇവിടെയൊക്കെ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താല്പര്യമുള്ളവരൊക്കെ ഇപ്പോഴേ, നിങ്ങൾ പ്ലസ് ടു പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞുള്ള ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ കുറച്ച് ദിവസം നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗവൺമെൻറ് ലോ കോളേജിൽ തന്നെ സീറ്റ് കിട്ടും. ഗവൺമെൻറ് ലോ കോളേജസിൽ തന്നെ സീറ്റ് കിട്ടണമെങ്കിൽ ആദ്യത്തെ നല്ല റാങ്കുകൾ കിട്ടിയാൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൂടാതെ പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്, അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടും. പിന്നെ ഇതുകൂടാതെ മാനേജ്മെൻറ്റ് സീറ്റുകളും ഉണ്ട് കേട്ടോ, മാനേജ്മെൻറ്റ് സീറ്റുകളും ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി കുട്ടികൾ ഈ ഒരു ഫീൽഡിലേക്ക് LLB കോഴ്സിലേക്ക് ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറേ പേർക്ക് അഡ്മിഷൻ കിട്ടാതെ പ്രശ്നമാണ്. അപ്പം നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് ഒന്നും കിട്ടാതില്ല. പക്ഷെ നമ്മൾ പരിഹസിക്കാനൊക്കെ ഒത്തിരി പേരുണ്ടാവും. LLBക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മൾ അതുകൊണ്ട് ഒന്നും തളർന്നു പോകരുത്. നമ്മളൊക്കെ പോകുമ്പോഴും ആൾക്കാർക്ക് LLB പഠിച്ചിട്ട് ഇപ്പോൾ എന്ത് നേടാനാ, നുണ പറയാൻ വേണ്ടി പഠിക്കാൻ പോവല്ലേ, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ഇതും മൈൻഡ് ചെയ്യരുത്. അപ്പോൾ നമ്മളെന്താ വേണ്ടത് വെച്ചാൽ പോസിറ്റീവായിട്ട് നമ്മൾ എൻട്രൻസ് എഴുതുന്നു, എൻട്രൻസ് കിട്ടി, അല്ലെങ്കിൽ പോട്ടെ വെക്കുക, അല്ലെങ്കിൽ അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വർഷം കൂടി എഴുതുക, എന്നിട്ട് അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പുറത്തുള്ള ആൾക്കാർ കാണുമ്പോൾ LLB അല്ലേ, പക്ഷേ LLB എന്ന് പറയുന്നത് ഒരു തമാശക്ക് ഒന്നുമല്ല. മെഡിസിനും എൻജിനീയറിങ്ങും എല്ലാം പോലെ തന്നെ നമുക്ക് 10 സെമസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ 10 സെമസ്റ്ററിലും നമ്മൾ ചിലവരിക്കുന്ന പൊതുവായ നിയമങ്ങളൊക്കെ അല്ലേ, പൊതുവായ നിയമങ്ങളൊന്നുമല്ല. അപ്പോൾ സാധാരണക്കാർ ഈ നമ്മൾ പഠിക്കുന്നതിൻ്റെ എത്രയോ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തുള്ള ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പം നമ്മളിത് ഡീറ്റെയിലായിട്ട് പഠിക്കുക ചെയ്യുന്ന ഓരോ ആക്റ്റുകളും. 10 സെമസ്റ്ററുകളാണ് 5 ഇയർ കോഴ്സാണെങ്കിൽ വരിക, 3 ഇയർ ആണെങ്കിൽ അത് 6 സെമസ്റ്റർ. അപ്പോൾ ഈ ഓരോ സെമസ്റ്ററിലും നമ്മൾ 3 ആക്റ്റുകൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടാണ് നമ്മൾ ഫൈനൽ ഇതിലാവുന്നത്, വക്കീലായിട്ട് എൻറോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ തളർത്താൻ പലരും ഉണ്ടാവും. നീ ഇതൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല, ലാസ്റ്റ് കേസില്ല, വക്കീലാവാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. അപ്പം അതായത് LLB കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നൊക്കെയുള്ള അങ്ങനെയുള്ള വീഡിയോ ഒക്കെ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്കൊന്നും കൂടി ഇത്രയേ പറയാനുള്ളൂ. അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അത്രയും ഇഷ്ടപ്പെട്ടിട്ട് LLB കോഴ്സിന് ചേരണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങുക. അതിൻ്റെ ഫീസും അങ്ങനെ അഡ്മിഷൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വരും വീഡിയോസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഞാനിപ്പോൾ അടുത്ത വീഡിയോയിൽ അതിനുള്ള മറുപടിയായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ
നമുക്ക് എന്താ പറയുക, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഇതിന് താല്പര്യമുള്ളവരൊക്കെ മുന്നോട്ട് വരിക. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.